ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിട്ട് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ആൻ ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്നത് ഒരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഒരിക്കലും കംപ്ലീറ്റ് അല്ലാത്ത ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണിത് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇൻ വിച്ച് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഇസ് റെക്കോർഡ്. ഇവിടെ എന്തുള്ളൂ, ഒരു ആസ്പെക്റ്റ് മാത്രമേ റെക്കോർഡുള്ളൂ. അക്കൗണ്ടൻസിയിൽ പൊതുവേ ഡബിൾ ആസ്പെക്റ്റ് ആണ് അല്ലേ, ഓരോന്നും ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം ഡെബിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ എന്തുള്ളൂ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സിംഗിൾ എൻട്രി മാത്രം, അതായത് ഒന്നില്ലെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്, ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ്. അപ്പോൾ ഈ ഒരു മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ട് സെൻറ്റൻസാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണ്, അക്കൗണ്ടിങ്ങിലെ ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണിത് സിംഗിൾ എൻട്രി. സെക്കൻഡ് പറഞ്ഞത് ഇവിടെ എന്തുള്ളൂ, ഒരു ആസ്പെക്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അൺലൈക്ക് ഡബിൾ എൻട്രി സിസ്റ്റം, ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആർ നോട്ട് ഫുള്ളി മെയിൻറ്റൈൻഡ്. ഡബിൾ എൻട്രി സിസ്റ്റം പോലെ ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്റ്റ് ഇവിടെ ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയുന്നു, ഇൻകംപ്ലീറ്റഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട 3 മേജറായിട്ടുള്ള പോയിന്റുകൾ നോക്കാം. അപ്പോൾ ഇത്തരം പോയിന്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയൊക്കെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് പോയിൻ്റാണ് റെക്കോർഡ്സ് ആർ നോട്ട് സിസ്റ്റമാറ്റിക് ഓർ കംപ്ലീറ്റ്. റെക്കോർഡ്സുകൾ എന്തല്ല, സിസ്റ്റമാറ്റിക് അല്ല, അതുപോലെ തന്നെ കംപ്ലീറ്റും അല്ല. റെക്കോർഡ്സ് എന്തല്ല, നോട്ട് സിസ്റ്റമാറ്റിക് ഓർ കംപ്ലീറ്റ്. റെക്കോർഡ്സുകൾ എന്തല്ല, കംപ്ലീറ്റും അല്ല സിസ്റ്റമാറ്റിക്കും അല്ല സിംഗിൾ എൻട്രിയിൽ. സെക്കൻഡ് പോയിന്റ്, മെയിൻലി ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ്. സിംഗിൾ എൻട്രിയിൽ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. സിംഗിൾ എൻട്രിയിൽ പ്രധാനമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം ഈക്വൽ ടു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. തന്നെ ഇതിൻ്റെ ഏറ്റവും കറക്റ്റ് മീനിങ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ്, ഈക്വൽ ടു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരിക്കലും എന്തില്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ സിംഗിൾ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ, ഡബിൾ എൻട്രി അല്ല. നമ്മൾ അക്കൗണ്ടൻസി എന്താ ഫോളോ ചെയ്യുന്നത്, ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു കാർട്ടർ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആർ മെയിൻറ്റൈൻഡ്. എല്ലായിടത്തും ഇതേ സെയിം സെൻറ്റൻസിൻ്റെ പറഞ്ഞത് ഡെഫിനിഷനിലും സെയിം തന്നെയാണ്. എന്താണ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്തത്. ആൻഡ് ഡസ് നോട്ട് ഫോളോ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഇവിടെ എന്ത് ഫോളോ ചെയ്യുന്നില്ല, ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല. അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ്. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്ത് ഫോളോ ചെയ്യുന്നില്ല, ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആർ മെയിൻറ്റൈൻഡ് ആൻഡ് ഡസ് നോട്ട് ഫോളോ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഡെഫിനിഷന് കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം പറഞ്ഞു, അതിന് ഡെഫിനിഷൻ പറഞ്ഞു. ഇനി വരുന്ന ടോപ്പിക്കാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റം സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ് ആണ് ടു ഓപ്പൺ അക്കൗണ്ട്സ് ആൻഡ് ടു ഒബ്റ്റെയിൻ ദി ബാലൻസ്. അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും അതിലൂടെ ബാലൻസ് അറിയാനും സിംഗിൾ എൻട്രി സിസ്റ്റം സഹായിക്കുന്നു. ടു പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്.
ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റം സഹായിക്കുന്നു. ടു അസേർട്ടൈൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസേർട്ടൈൻ ചെയ്യാൻ, കണ്ടെത്താൻ സിംഗിൾ എൻട്രി സിസ്റ്റം സഹായിക്കുന്നു. ടു അസേർട്ടൈൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി സിംഗിൾ എൻട്രി സിസ്റ്റം സഹായിക്കുന്നു. ടു മെയിൻറ്റെയിൻ ദി ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എറേഴ്സുകളും ഫ്രോഡുകളും കുറക്കാൻ, എറേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ വഞ്ചന, മിനിമൈസ് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റം സഹായിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിൻ്റാണ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒബ്ജക്റ്റീവ്സിലും അഡ്വാൻറ്റേജസിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണിത്. ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണിത് സിംഗിൾ എൻട്രി സിസ്റ്റം. സെക്കൻഡ് പോയിൻ്റാണ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡഡ്. ഇവിടെ എന്തുള്ളൂ? ഒരു ആസ്പെക്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യണുള്ളൂ. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരമല്ല, ഒരു ആസ്പെക്റ്റ് മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. നോ യൂണിഫോം ഓർ സ്റ്റാൻഡേർഡ് മെത്തേഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് ഒരു യൂണിഫോം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഇല്ല. നെക്സ്റ്റ് പോയിൻ്റാണ് പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് ബുക്ക് മെയിൻലി മെയിൻറ്റൈൻഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ബുക്കുമാണ്. റിയൽ ആൻഡ് നോർമൽ അക്കൗണ്ട് ജനറലി നോട്ട് മെയിൻറ്റൈൻഡ്. ഇവിടെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യില്ല? റിയൽ ആൻഡ് നോർമൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും ആണ്. റിയൽ അക്കൗണ്ടും നോർമൽ അക്കൗണ്ടും എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോയിൻ്റാണ് പ്രോഫിറ്റ് കാനോട്ട് ബി അക്യുറേറ്റ്ലി അസേർട്ടൻഡ്. കൃത്യമായിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ട്രയൽ ബാലൻസ് കാനോട്ട് ബി പ്രിപ്പയർഡ്. ട്രയൽ ബാലൻസ് നമുക്ക് കൃത്യമായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. സൂട്ടബിൾ ഫോർ സ്മാൾ ബിസിനസ്. സിംഗിൾ എൻട്രി സിസ്റ്റം കൂടുതലും സ്യൂട്ടബിൾ ആണുള്ളത് സ്മാൾ ബിസിനസ് ആയിരിക്കാണ്. പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഈസ് ഹൈ. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എറേഴ്സ് വരാനും അതായത് തെറ്റുകൾ വരാനും ഫ്രോഡ് വഞ്ചന സംഭവിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സിൻ്റെയും പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് പഠിക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഫസ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലെ ഒരു സിമ്പിൾ മെത്തേഡാണിത് സിംഗിൾ എൻട്രി സിസ്റ്റം. സെക്കൻഡ് പോയിൻ്റാണ് ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആൻഡ് എക്കോണമിക്കൽ. ഇത് കോസ്റ്റ് കുറവും അതുപോലെ തന്നെ ലാഭകരവുമാണ്. തേർഡ് പോയിന്റ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മാൾ എൻ്റർപ്രൈസസ്. സിംഗിൾ എൻട്രി സിസ്റ്റം കൂടുതലും സ്യൂട്ടബിൾ സ്മാൾ എൻ്റർപ്രൈസിനാണ്, ലാർജ് എൻ്റർപ്രൈസിന് ഇത് സ്യൂട്ടബിൾ അല്ല. ഇറ്റ് ഈസ് പോസിബിൾ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ ക്വിക്ക്ലി. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് ട്രാൻസാക്ഷൻസ് വളരെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. ഇതെന്താണ്? ഹൈലി ഫ്ലെക്സിബിൾ ആണ്. ചേഞ്ചസ് ഒക്കെ സിംഗിൾ സിസ്റ്റത്തിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓഫ് അഡ്വാൻറ്റേജസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ഏതൊക്കെ? ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയൻറ്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്നത് ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സാണ്. ഇത് അൺസയൻറ്റിഫിക് ആണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല, അതുപോലെ തന്നെ അൺസിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ത്? ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്. സെക്കൻഡ് പോയിന്റ് അക്യുറേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കാനോട്ട് ബി ഡിറ്റർമിൻഡ്. യഥാർത്ഥ പ്രോഫിറ്റ് അല്ലെങ്കിൽ യഥാർത്ഥ ലോസ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. ഇതും ഒരു ലിമിറ്റേഷനാണ്. തേർഡ് പോയിന്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ കാനോട്ട് ബി അസേർട്ടൈൻ കറക്റ്റ്ലി. ഒരു ഫേമിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ട് അസേർട്ട് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് സഹായിക്കില്ല. നെക്സ്റ്റ് പോയിൻ്റാണ്
ട്രയൽ ബാലൻസ് കാനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഹൈ ചാൻസ് ഫോർ എറേഴ്സ് ആൻഡ് ഫ്രോഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡുള്ളൂ. അതുകൊണ്ട് തന്നെ എറേഴ്സുകളും ഫ്രോഡ് വഞ്ചനകളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് ഡിഫിക്കൽട്ട് ടു ഡിറ്റക്റ്റ് മിസ്റ്റേക്ക്. മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സിംഗിൾ സിസ്റ്റത്തിൽ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്. അല്ലെ, സിംഗിൾ സിസ്റ്റം കൂടുതലും സ്യൂട്ടബിൾ ഏതിനാണ്? സ്മാൾ ബിസിനസ്സിനാണ്. ഇത് ലാർജ് ബിസിനസ്സിന് സ്യൂട്ടബിൾ അല്ല. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ റെക്കോർഡ്സ്. സിംഗിൾ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ് ഇതിനെന്തില്ല, ഒരു യൂണിഫോമിറ്റി ഇല്ല എന്നതും സിംഗിൾ സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ്. നോ പ്രോപ്പർ കൺട്രോൾ ഓവർ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അസറ്റിൻ്റെയും ലാബിറ്റിൻ്റെ മുകളിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ ഇല്ല. നോട്ട് ആക്സെപ്റ്റബിൾ ഫോർ ടാക്സാക്ഷൻ ആൻഡ് ഓഡിറ്റ് പർപ്പസ്. സിംഗിൾ എൻട്രി സിസ്റ്റം നമുക്ക് ടാക്സ് പർപ്പസിനോ അല്ലെങ്കിൽ ഓഡിറ്റ് പർപ്പസിനോ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ലിമിറ്റേഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ്. 2 കോളമായിട്ടാണ് ഡിഫറൻസ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് കോളം സിംഗിൾ എൻട്രി സിസ്റ്റം, സെക്കൻഡ് കോളം ഡബിൾ എൻട്രി സിസ്റ്റം. ഫസ്റ്റ് പോയിൻ്റാണ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്. സിംഗിൾ എൻട്രി എന്താണ്? ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഡബിൾ എൻട്രി കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ സിംഗിൾ എൻട്രി ഇൻകംപ്ലീറ്റും ആണ്, ഡബിൾ എൻട്രി കംപ്ലീറ്റും ആണ്. സെക്കൻഡ് പോയിന്റ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആർ റെക്കോർഡഡ്. ഡബിൾ എൻട്രിയിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യും. നോ ഫിക്സഡ് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് ഫിക്സഡ് ആയിട്ടുള്ള റൂളോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസോ ഇല്ല. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. മെയിൻലി പേഴ്സണൽ ആൻഡ് ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട്സും ആണ്. ഓൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ഡബിൾ എൻട്രി എന്നത് എല്ലാ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യും. അല്ലേ, നമ്മൾ റിയൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, നോമിനൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റമാണിത് ഡബിൾ എൻട്രി സിസ്റ്റം. നെക്സ്റ്റ് പോയിൻ്റാണ് ട്രയൽ ബാലൻസ് കാനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ട്രയൽ ബാലൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റാണ് പ്രോഫിറ്റ് ഓർ ലോസ് കാനോട്ട് ബി ആക്യുറേറ്റ്ലി ഡിറ്റർമൈൻഡ്. പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിറ്റർമെൻറ്റ് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റം സഹായിക്കില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റും ലോസും കൃത്യമായി ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് റിലയബിൾ. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്തല്ല, സിംഗിൾ സിസ്റ്റത്തിൽ നോട്ട് റിലയബിൾ ആണ്. ദെൻ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ ഈസ് അക്യുറേറ്റ് ആൻഡ് റിലയബിൾ ആണ് ഇവിടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ. നെക്സ്റ്റ് പോയിൻ്റാണ് ഹൈ ചാൻസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നല്ല ചാൻസ് കൂടുതലാണ്, എറേഴ്സിനും ഫ്രോഡിനും നല്ല ചാൻസ് കൂടുതലാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഈസിലി. പെട്ടെന്ന് നമുക്ക് എന്ത് പറ്റും, തെറ്റുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് സ്യൂട്ടബിൾ ഫോർ സ്മാൾ ബിസിനസ്. സിംഗിൾ എൻട്രി സിസ്റ്റം കൂടുതലും സ്യൂട്ടബിൾ സ്മാൾ ബിസിനസ്സിനാണ്. ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ്. അല്ലേ, സ്മാൾ ബിസിനസ്സിനും ലാർജ് ബിസിനസ്സിനും എല്ലാ ടൈപ്സ് ഓഫ് ബിസിനസ്സിനും എന്ത് പറ്റും, ഡബിൾ എൻട്രി സിസ്റ്റം പറ്റും. നോട്ട് ആക്സെപ്റ്റഡ് ഫോർ ഓഡിറ്റ് ആൻഡ് ടാക്സ് പർപ്പസ്. സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ എന്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഓഡിറ്റിങ്ങിനോ ടാക്സ് പർപ്പസിനോ ഉപയോഗിക്കാൻ പറ്റില്ല.
ഡബിൾ എൻട്രി സിസ്റ്റം എന്ത് ചെയ്യുക, നമുക്ക് ഓഡിറ്റിങ്ങിനും ടാക്സ് പർപ്പസിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ആക്സെപ്റ്റഡ് ഫോർ ഓഡിറ്റ് ആൻഡ് ടാക്സ് പർപ്പസ്. അപ്പോൾ ഡിഫറൻസ് ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം വരുന്നത്. ഒന്നാണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സെക്കൻഡ് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, തേർഡ് കോസി സിംഗിൾ എൻട്രി സിസ്റ്റം. അതിൽ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അണ്ടർ ദി സിസ്റ്റം നോ സബ്സിഡറി ബുക്സ് ആർ മെയിൻറ്റൈൻഡ്. ഇവിടെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യില്ല, സബ്സിഡറി ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞ പേരാണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റൈൻഡ്. ഇവിടെ എന്ത് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, സബ്സിഡറി ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. അത്തരം സിംഗിൾ എൻട്രി സിസ്റ്റം പറഞ്ഞ പേരാണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം. സെക്കൻഡ് ടൈപ്സ് ആണ് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. അണ്ടർ ദി സിസ്റ്റം ക്യാഷ് ബുക്ക്, പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻ. ഇവിടെ എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ക്യാഷ് ബുക്കും കൂടി മെയിൻറ്റെയിൻ ചെയ്യും. ക്യാഷ് ബുക്കും അല്ലേ, അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്യും. മറ്റു സബ്സിഡി ബുക്ക്, അതർ സബ്സിഡി ബുക്കുകൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യില്ല, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യില്ല. നെക്സ്റ്റാണ് കോസി സിംഗിൾ എൻട്രി സിസ്റ്റം. ഈ കോസി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് പ്യുവർ സിംഗിൾ എൻട്രിയും അതുപോലെ തന്നെ സിമ്പിൾ സിംഗിൾ എൻട്രിയുടെയും കോമ്പിനേഷനാണിത് കോസി. അണ്ടർ ദി സിസ്റ്റം പേഴ്സണൽ അക്കൗണ്ട്സ്, ഇവിടെ ഏതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും, സം സബ്സിഡറി ബുക്സ് ആർ മെയിൻറ്റെയിൻ. ചില സബ്സിഡറി ബുക്കുകളും എവിടെ മെയിൻറ്റെയിൻ ചെയ്യും, കോസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൻ്റെ ഡെഫിനിഷന്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ലിമിറ്റേഷന്, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം, ലാസ്റ്റായിട്ട് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രോബ്ലംസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.